തോടിലൂടെ ഒഴുകിയെത്തിയ മാലിന്യങ്ങളെ ഒഴുക്ക് വകവയ്ക്കാതെ തോട്ടിലിറങ്ങി വാരിക്കൂട്ടി നീക്കം ചെയ്യുന്ന ഒരു 10ാം ക്ലാസ്സുകാരി. കടുത്തുരുത്തി സെന്റ് കുര്യാക്കോസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ലയ മരിയ ബിജുവാണ് ഈ കുട്ടിത്താരം. ടൺ കണക്കിന് മാലിന്യങ്ങളാണ് ലയ അനിയൻ ലീനിനൊപ്പം വാരി നീക്കിയത്. സ്കൂളിലെ സോഷ്യൽ സർവീസിൻ്റെ ഭാഗമായിട്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ കോർഡിനേറ്ററാക്കി സെലക്ട് ചെയ്തു. അപ്പം ഞാൻ ചെയ്താലേ ബാക്കിയുള്ളവർ ചെയ്യുള്ളൂ. അപ്പം ഞാൻ ആദ്യം ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യാൻ തുടങ്ങി. അതാണ് ഇതിൻ്റെ പുറകുള്ള റീസൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. സ്കൂളിൽ നിന്നും വീട്ടിലായാലും നാട്ടുകാരായാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. സാമൂഹിക സേവനത്തിൽ ചേച്ചിയെ കണ്ട് പഠിക്കുകയാണ് അനിയനും. ചെയ്തുകൊണ്ട് ഞാനും ചെയ്തു. പിന്നെ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്ത കാണുമ്പോൾ എനിക്കും ഇഷ്ടം. മഴ ശക്തി പ്രാപിച്ചതോടെ കോട്ടയം തുരുത്തിപ്പള്ളി തടയണയിൽ ലോഡ് കണക്കിന് മാലിന്യങ്ങൾ വന്നടിഞ്ഞിരുന്നു. അമ്മ നീതിയും പിതാവ് ബിജുവും മക്കൾക്ക് പിന്തുണയുമായി ഒപ്പമുണ്ട്. അവര് ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്കൊരു പ്രചോദനമാകട്ടെ എന്ന് കരുതി അവർ ചെയ്യുമ്പം എല്ലാ മാതാപിതാക്കളും കൂടെ ഒരിതാകും. നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുമ്പം തന്നെ അത്രയും മാറ്റങ്ങൾ വരും, രോഗങ്ങളില്ലാതിരിക്കും. നേരത്തെയും തോട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ലയനാടിന്റെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.